Good morning, students. We are studying about life assurance funds. How to calculate correct life assurance funds. For example, after preparing the final accounts, the company will identify that there are some items which are to be taken for the previous year. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. നമ്മൾ സാധാരണ പഠിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് തന്നിട്ട് ദർ ആർ സം മിസ്സിങ് ഐറ്റംസ്, യു ഹാവ് ടു കാൽക്കുലേറ്റ് കറക്റ്റ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കൂടാൻ ഇടയുള്ള ഇൻകം പോലെയുള്ള ഐറ്റംസ് ആണെങ്കിൽ അത് ആഡ് ചെയ്യണം. ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കുറയുന്ന ക്ലെയിംസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട ഐറ്റംസ് ആണെങ്കിൽ അത് ലെസ് ചെയ്യണം. അപ്പോൾ അതായത് നമ്മൾ മനസ്സിലാക്കുക, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിനോട് കൂടി അഡ്ജസ്റ്റ്മെൻ്റായി തന്നിരിക്കുന്ന കുറേ ഐറ്റംസ് ചിലത് ആഡ് ചെയ്യണം, ചിലത് ലെസ് ചെയ്യണം. ഏതാണ് ആഡ് ചെയ്യേണ്ടത് ഏതാണ് ലെസ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ആ ഐറ്റം മൂലം ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കൂടുകയാണെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. ആ ഐറ്റം മൂലം ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കുറയുകയാണെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കുക, A life insurance company prepared a revenue account 31/3/2012 and ascertained a life insurance fund as 32,70,000. Later it was found that the following items were not considered. Claims intimated but not admitted. Claims intimated but not admitted എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ലെയിംസ് കൊടുക്കാനുണ്ട്, അത് ക്ലെയിംസ് വന്നാൽ ലൈഫ് ഇൻഷുറൻസ് കുറയും, അപ്പോൾ അത് മൈനസ് ചെയ്യണം. ക്ലെയിംസ് കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്, അത് നമുക്ക് കിട്ടാനുണ്ട്, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം, അതുമൂലം എന്താ സംഭവിക്കുക? റവന്യൂ അക്കൗണ്ട് വരുമാനം കൂടുക ചെയ്യുക, ആഡ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്രൂഡ്, അത് ആഡ് ചെയ്യണം. ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, അപ്പോൾ അത് രണ്ട് സ്ഥലത്തും വരും. അത് പ്രീമിയത്തിലും വരും, അതേപോലെ തന്നെ ബോണസ് ഇൻ ക്ലെയിം ആയിട്ട് പിന്നെ ബെനിഫിറ്റ്സ് ആയിട്ടും വരും. അപ്പോൾ ബോണസ് യൂട്ടിലൈസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം രണ്ട് സ്ഥലത്ത് വരും. എവിടെയൊക്കെ വരും? അത് പ്രീമിയത്തിൻ്റെ കൂടെ വരും, അതേപോലെ തന്നെ ബെനിഫിറ്റ്സിൻ്റെ കൂടെയും വരും. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 32,72,000, അതിനോടുകൂടി ക്ലെയിംസ് കവേർഡ് അണ്ടർ റീ ഇൻഷുറൻസ് ആഡ് ചെയ്യുന്നു, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആഡ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് അക്രൂഡ് ആഡ് ചെയ്യുന്നു, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യും. എന്തൊക്കെ മൈനസ് ചെയ്യുന്നു? ക്ലെയിംസ് വന്നു കഴിഞ്ഞാൽ LIF കുറയും, ക്ലെയിംസ് മൈനസ് ചെയ്യുന്നു. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ബോണസ് അത് ബെനിഫിറ്റ്സ് ആണ്, അത് എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്യും. അപ്പോൾ ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 31,91,000 എന്ന് കിട്ടും. വേറൊരു ക്വസ്റ്റ്യനാണ്, ദ റവന്യൂ അക്കൗണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഷോഡ് എ ഫണ്ട് ഓഫ് 10,30,000 ബിഫോർ കൺസിഡറിംഗ് ദ ഫോളോയിങ്: ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, then claims intimated but not admitted, interest accrued on investment, provision for taxation, premium outstanding, claims covered under reinsurance. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് 10,30,000, ബോണസ് യൂട്ടിലൈസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, അത് രണ്ട് സ്ഥലത്ത് വരും. നേരത്തെ പറഞ്ഞു, ബോണസ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അത് എക്സ്പെൻസ് ആയിട്ട് വരും. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, പ്രീമിയത്തിന് പകരമായി വന്ന് പ്രീമിയം രണ്ടും വരും. അപ്പോൾ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യണം ഒരു സ്ഥലത്ത്, താഴെ മൈനസ് ചെയ്യാൻ വേണം. ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് അഡ്മിറ്റഡ്, അത് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം, അത് മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് അക്രൂഡ്, അത് കിട്ടാനുള്ളതാണ്, അത് കിട്ടുമ്പോൾ റവന്യൂ അക്കൗണ്ടിൽ കൂടും, അപ്പം അത് ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ മൈനസ് ചെയ്യണം, എന്ത് ഇടയാക്കും? LIF കുറയുന്ന ഫിഗറാണ്. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. ക്ലെയിംസ് റിക്കവേർഡ് അണ്ടർ റീഇൻഷുറൻസ്, അതും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആക്ച്വൽ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 10,32,000 കിട്ടും. മൂന്നാമതായിട്ട് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് 24,60,000. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് എന്താണ്? 3 lakh. അതിൽ TDS 80,000 ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര എടുത്താൽ മതി? 3 lakhൽ നിന്ന് TDS മൈനസ് ചെയ്ത 2,20,000 എടുത്താൽ മതി, അതാണ് നെറ്റ് ഇൻകം. റീഇൻഷുറൻസ് ക്ലെയിം റിക്കവറബിൾ, അത് ആഡ് ചെയ്യണം. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, രണ്ട് സ്ഥലത്തും വരും, അത് ആഡ് ചെയ്യണം, മൈനസ് ചെയ്യണം. കമ്മീഷൻ ഡ്യൂ ഓൺ റീഇൻഷുറൻസ് സീഡഡ് എന്ന് പറഞ്ഞാൽ റീഇൻഷുറൻസ് സീഡഡ് ഇൻകമാണ്, അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ്, അതും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് യഥാർത്ഥ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കിട്ടും
അപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് നെറ്റ് എമൗണ്ട് ആഡ് ചെയ്യുന്നു, റീഇൻഷുറൻസ് ക്ലെയിം പിന്നെ 80,000 ആഡ് ചെയ്യുന്നു, ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ആഡ് ചെയ്യുന്നു, കമ്മീഷൻ റീഅഷ്യൂർഡ് ആഡ് ചെയ്യുന്നു, ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ആഡ് ചെയ്യും. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം നമ്മൾ ലെസ് ചെയ്യും. ഈ ഇതൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ ചാപ്റ്റർ ബുധനാഴ്ച തീരും. ഞാൻ വ്യാഴം വെള്ളി നിങ്ങൾക്ക് ഇതിനെ കുറച്ച് അസൈൻമെൻറ്റ്സ് തരും. ഓണം കഴിഞ്ഞ് ക്ലാസ് തുറക്കുന്ന സമയത്ത് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തതിന് ശേഷം അത് ചെയ്യാം. താങ്ക് യു.